Hi all, welcome to another lecture of Engineering Thermodynamics, and in this class we will be discussing the specific heat relations. Specific heat at constant pressure and specific heat at constant volume ആയിട്ടുള്ള CP/CV ഇതിൻ്റെ റിലേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. CP - CV we already know, നമ്മൾ പണ്ട് മോഡ്യൂൾസ് എടുത്തപ്പോൾ പഠിച്ചതായിരുന്നു. CP - CV is equal to R എന്നും CP/CV is equal to ഗാമ എന്നുള്ള റിലേഷൻ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ ഈ സെക്ഷനിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലുള്ള ഡെറിവേഷൻസ് എല്ലാം യൂണിവേഴ്സിറ്റിക്ക് ഏതെങ്കിലുമൊക്കെ ഒരു യൂണിവേഴ്സിറ്റി ഒന്ന് മാറി മാറി ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ മാക്സ്വെൽസ് ആയിരിക്കും, ചിലപ്പോൾ TDSൻ്റെ ഇക്വേഷൻ ആയിരിക്കും, ചിലപ്പോൾ CP - CV മാത്രമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ CP/CV ഈക്വൽ ടു ഗാമ മാത്രമായിരിക്കാം. അതല്ലെങ്കിൽ ഇനി അടുത്ത വീഡിയോകൾ നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലോസിയസ് ക്ലെപ്രയോൺ ആയിരിക്കാം, ഇൻവേർഷൻ കേവ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ആയിട്ട് ഒരു പ്രാവശ്യം ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. സോ നമ്മൾ ആദ്യം സ്പെസിഫിക് ഹീറ്റ് റിലേഷനിൽ നമ്മൾ ഫസ്റ്റത്തെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് CP - CV is equal to R എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വി വിൽ സീ വൺസ് മോർ വാട്ട് ഈസ് CV. CV എന്ന് പറഞ്ഞാൽ എന്താ, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. ആൻഡ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു ∂U/∂T അറ്റ് കോൺസ്റ്റന്റ് V. അതായത് I can define that specific heat at constant volume, it is the rate of change of internal energy with respect to temperature while the volume is constant. Next is CP. CP എന്ന് പറഞ്ഞാൽ it is the specific heat at constant pressure and it is often related as ∂H/∂T at constant P. അഥവാ ഇതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എൻതാൽപ്പി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ വെൻ പ്രഷർ ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ CP യും CV ഓൾറെഡി നമുക്കറിയാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് CP/CVയുടെ ഡിഫറൻസ് ആണ്. സോ നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് CP - CV ഈസ് ഈക്വൽ ടു R എന്നുള്ള റിലേഷൻ ഞാൻ കാണാൻ പോകുന്നത് ആദ്യം ഞാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ TDS ഇക്വേഷൻസിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു ഡെറിവേഷനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇപ്പോൾ മാക്സ്വെല്ലിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്തിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഓരോന്നും ഓരോ പാർട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്, അല്ലേ? അപ്പം അതുപോലെ നമ്മൾ ഓർത്തെടുക്കണം. ഇപ്പോൾ CP - CV ആണെങ്കിൽ വി ആർ സ്റ്റാർട്ടിങ് ഇറ്റ് ഫ്രം TDS ഇക്വേഷൻ. അപ്പം നമുക്ക് നോക്കാം TDS ഇക്വേഷൻ എന്താ നോക്കാം. TDS ഒരു ഇക്വേഷൻ എന്താ, CP/dt - T × ∂V/∂T at constant P × dP എന്നുള്ളതാണ്. മാത്രമല്ല മറ്റേതും കൂടെ ഉണ്ട്. ഫസ്റ്റ് TDS ഇക്വേഷൻ എന്താ, CV/dt പ്ലസ് T × ∂P/∂T at constant V വോളിയം × dV. അപ്പോൾ ഇതിനെ രണ്ടിനെ ഞാൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ, അപ്പോൾ ഇത് രണ്ടും TDS ആണ്. ഇത് സെക്കൻഡ് TDS ഇക്വേഷൻ, ഇത് ഫസ്റ്റ് TDS ഇക്വേഷൻ. ഇതിനെ ഞാൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ഈ ടേമിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുവരിക, ഈ ടേമിന് റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുവരുമ്പോൾ അതിൽ ഗെറ്റ് CP - CV, അല്ലേ? CP - CV ഓഫ് DT. കാരണം ഇതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. CP - CV ഓഫ് DT ദാറ്റ് ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻറ്റു ∂P/∂T അറ്റ് കോൺസ്റ്റന്റ് V × dV പ്ലസ് ഈ ടേമിനെ റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് T × ∂V/∂T അറ്റ് കോൺസ്റ്റന്റ് P × dP. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം, ഐ ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് DT. DT ഈസ് ഈക്വൽ ടു, ഐ ക്യാൻ സേ, ഇതിൽ നിന്ന് DT എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഐ ക്യാൻ സേ T × ∂P/∂T ഓഫ് V × dV the whole divided by CP - CV പ്ലസ് ഇവിടെ കൊണ്ട് ഇവിടെയും താഴെ വരും, അല്ലേ? സോ ഐ ക്യാൻ സേ T × ∂V/∂T ഓഫ് P × dP the whole divided by CP - CV. അങ്ങനെ ഇതിൽ കൂടെ എനിക്ക് എഴുതാം. ഇനി എനിക്ക് എന്തും കൂടെ എഴുതാം. ഐ നോ DTയുടെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് കാരണം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പോൾ ടെമ്പറേച്ചർ TPV, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പ്രഷറും വോളിയത്തിൻ്റെയും എന്ത് ചെയ്യാണ്, ഫങ്ഷനാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഐ ക്യാൻ സേ ദാറ്റ്
dt means it is a function of temperature as well as volume അല്ലേ. സോ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, സേ ഡോ ടി ബൈ ഡോ വി ഇൻറ്റു ഡി വി അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്ലസ് ഡോ ടി ബൈ ഡോ പി ഇൻറ്റു ഡി പി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്നും കൂടെ എനിക്ക് എഴുതാം. കാരണം ടെമ്പറേച്ചർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ബോത്ത് പ്രഷർ ആൻഡ് വോളിയം. അപ്പോൾ ഡി ടിയിലെ ഈ ടേമും ഞാൻ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ എന്താ, ഡി ടി ഈസ് സം ഫംഗ്ഷൻ ഇൻറ്റു ഡി വി, ഇവിടെയും സം ഫംഗ്ഷൻ ഇൻറ്റു ഡി വി, ഇവിടെ ദിസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ദിസ് വാല്യൂ ഇൻറ്റു ഡി പി, അതേപോലെ ദിസ് വാല്യൂ ഇൻറ്റു ഡി പി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താം, അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റും ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് പി ഈസ് ഈക്വൽ ടു ദിസ് വൺ ആൻഡ് ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് വി ഈസ് ഈക്വൽ ടു ദിസ് വൺ. അങ്ങനെ എനിക്ക് എഴുതിക്കൂടെ, അങ്ങനെ എനിക്ക് എഴുതാം. ക്ലിയർ ആണല്ലോ. കാരണം ഇത് ഡി ടി ഈസ് ഈക്വൽ ടു സം വാല്യൂ ഇൻറ്റു ഡി വി പ്ലസ് സം വാല്യൂ ഇൻറ്റു ഡി പി, ഇത് ഡി ടി ഈസ് ഈക്വൽ ടു സം വാല്യൂ ഇൻറ്റു ഡി വി പ്ലസ് സം വാല്യൂ ഇൻറ്റു ഡി പി, അങ്ങനെയല്ലേ. അപ്പോൾ എനിക്ക് ഇതും എന്താണ്, ഈക്വൽ ആണ്, ഇതും എന്താണ്, ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതാം. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ദ ഇക്വേഷൻ ആസ് ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി. നിങ്ങളിത് നോട്ടിൽ കൃത്യമായിട്ട് എഴുതുമ്പോൾ അടുത്ത ഇത് കാണാൻ കഴിയും. ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി ഓഫ് വി ഡിവൈഡഡ് ബൈ സി പി മൈനസ് സി വി, ദാറ്റ് വിൽ ബി ഈക്വൽ ടു നമ്മുടെ ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് ഡോ ടി ബൈ ഡോ വി ഓഫ് പി. അത് മാത്രമല്ല അടുത്ത ടേം എന്താ, ടി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പി ഡിവൈഡഡ് ബൈ സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് വി എന്നാണെന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇതെന്ന് മനസ്സിലാക്കി. രണ്ട് സെറ്റെന്ന് ഇങ്ങനെ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് സി പി മൈനസ് സി വി എന്താണെന്ന് കാണാം, കണ്ടൂടെ, എനിക്ക് കാണാം, ഞാൻ നോക്കാം. സി പി മൈനസ് സി വി, അതായത് ഞാൻ ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്തു, ഇതിനെ താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി ഓഫ് വി ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഡോ ടി ബൈ ഡോ വി ആണ്. അപ്പോൾ അത് മോൾക്ക് എടുക്കുമ്പോൾ ഡോ വി ബൈ ഡോ ടി ആവും അറ്റ് കോൺസ്റ്റൻറ്റ് പി. സോ ഇറ്റ് ഈസ് ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പി. അതേപോലെ ഇവിടെ സി പി മൈനസ് സി വി എടുക്കുകയാണെങ്കിൽ സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ ടി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി ഓഫ് പി ഇൻറ്റു ഇതിനെ താഴെ കൊണ്ടുവരുമ്പോൾ ഡോ ടി ബൈ ഡോ പി ആണ്. അപ്പം ന്യൂമറേറ്റർക്ക് എത്തുമ്പോൾ ഇറ്റ് വിൽ ബി ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വി. ക്ലിയർ അല്ലേ? സോ ഇതിൽ നിന്ന് എനിക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഫ്രം ഇത് രണ്ടും സെയിം ഇക്വേഷൻ അല്ലേ, സി പി മൈനസ് സി വി ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി അറ്റ് വി ആൻഡ് ഡോ വി ബൈ ഡോ ടി, ഇവിടെ അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ദാറ്റ് മീൻസ് സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി ഓഫ് വി ആൻഡ് ഡോ വി ബൈ ഡോ ടി ഓഫ് പി. ക്ലിയർ? നമ്മളിപ്പോഴും ഫൈനൽ റിലേഷൻ എത്തിയില്ല, നമ്മൾ ഇൻ്റർമീഡിയറ്റിലായിട്ട് എത്തി. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി അറ്റ് വി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വി എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് മുമ്പത്തെ ഈ സെക്ഷൻ തുടങ്ങിയപ്പോൾ നമ്മൾ തിയറം നമ്പർ 2 എന്ന രീതിയിൽ നമ്മളൊരു സൈക്ലിക് പ്രോപ്പർട്ടി കണ്ടിരുന്നു ഡിഫറൻഷ്യൽസിൻ്റെ അല്ലേ. എക്സ് വൈ സെഡ് ഇസ് അത് ഓരോന്നും മറ്റേതിൻ്റെ രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ ഡോ എക്സ് ബൈ ഡോ വൈ ഓഫ് സെഡ് ഇൻറ്റു ഡോ വൈ ബൈ ഡോ സെഡ് ഓഫ് വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ സെഡ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 എന്ന റിലേഷൻ പഠിച്ചിരുന്നു. അതേപോലെ നമ്മൾ പ്രഷർ വോളിയം ടെമ്പറേച്ചറും ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിരുന്ന ഒരു റിലേഷൻ ആയിരുന്നു ഡോ പി ബൈ ഡോ വി അറ്റ് ടി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് പി ഇൻറ്റു ഡോ ടി ബൈ ഡോ പി അറ്റ് വി കോൺസ്റ്റൻറ്റ് വി ഈസ് ഈക്വൽ ടു -1 എന്നുള്ള റിലേഷൻ ആണല്ലോ. സോ ഇതിൽ നിന്ന് എനിക്ക് ഈ ടേം ഡോ പി ബൈ ഡോ ടി ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മൈനസ് ഓഫ് ദിസ് വാല്യൂ അല്ലേ. ഇതിനിങ്ങോട്ട് കൊണ്ടുവന്ന് ഡോ പി ബൈ ഡോ ടി എന്ന് എടുത്ത് കൊണ്ടുവന്നാൽ മോൾക്ക് കൊണ്ടുവരും, ഇതിനെ താഴെ കൊണ്ടുവരും. സോ ഐ ഗെറ്റ് ദിസ് ടേം. ഈ മൈനസ് സൈൻ ഇങ്ങോട്ട് ഇട്ടാൽ ഐ ക്യാൻ സേ ദാറ്റ് ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് say dou v by dou t at constant p into dou p by dou v at constant t.
ക്ലിയർ? ഇത് ഡെറിവേഷൻ ആണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ തിയററ്റിക്കലും ഇല്ല. ഇത് നിങ്ങൾ എഴുതി പഠിക്കുക തന്നെ വേണം, അല്ലാണ്ട് വേറെ ഒരു സിമ്പിൾ മെത്തേഡും ഇല്ല. എഴുതി 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 നിങ്ങൾ വീണ്ടും പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഇതൊക്കെ പാടെ കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്, പേഷ്യൻ്റ് ആയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. സോ എനിക്കിപ്പോൾ ഡോ പി ബൈ ഡോ ടിൻ്റെ ടേംസിൽ എനിക്ക് എന്ത് കിട്ടി? ഈ ഒരു ടേം കിട്ടി. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇക്വേഷനിൽ ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വിയിലേക്ക് ഞാൻ ഈ ഒരു ടേമിനെ കംപ്ലീറ്റ് ആയിട്ട് ഇറക്കാൻ പോവാണ്. സോ ഐ ഗെറ്റ് മൈ ഇക്വേഷൻ, ദിസ് ഇക്വേഷൻ ആസ് സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു സേ ടി ഇൻറ്റു ഐ ഹാവ് ദിസ് ടേം ഡോ പി ബൈ ഡോ ടിക്ക് പകരം ഇത് എഴുതുന്നു, മൈനസ് ഓഫ് ഡോ വി ബൈ ഡോ ടി അറ്റ് പി ഇൻറ്റു ഡോ പി ബൈ ഡോ വി അറ്റ് ടി എന്ന് ഞാൻ എഴുതുന്നു, ഇൻറ്റു ഡോ വി ബൈ ഡോ ടി, ഈ ടേം ഡോ വി ബൈ ഡോ ടി അറ്റ് പി എന്ന് ഞാൻ എഴുതുന്നു. സോ ഇനി ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, എനിക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ബോക്സ് ഒഴിവാക്കാം. സോ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ആസ് സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, സോ ഇറ്റ് ഈസ് മൈനസ് ടി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് പി. അപ്പോൾ എന്തായി, ഡോ സ്ക്വയർ വി അല്ലെങ്കിൽ ഡോ സ്ക്വയർ വി അല്ലെങ്കിൽ ഇങ്ങനെ ഇതാണ് ഡോ വി ബൈ ഡോ ടി ഓഫ് പി ദി ഹോൾ സ്ക്വയർ, ഓക്കെ, ഇൻറ്റു ഡോ പി ബൈ ഡോ വി ഓഫ് ടി. ക്ലിയർ ആണോ? നമ്മൾ അടുത്തത് ഇവിടെ എത്തി. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തൊക്കെയാണ് മനസ്സിലാക്കുക? ഇപ്പോൾ ഡോ വി ബൈ ഡോ ടി ദി ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഈ ടേം എപ്പോഴും എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ടേം ആയിരിക്കും. അതേപോലെ ഡോ പി ബൈ ഡോ വി എന്ന് പറയുന്നത് എന്തായിരിക്കും? കാരണം പ്രഷർ റിഡക്ഷൻ വരുന്ന കേസുണ്ട്. അപ്പോൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കേസിൽ വോളിയം ആയിട്ട് ചേഞ്ച് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്രഷറിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിട്ടാണ് വരിക. അപ്പോൾ ഈ ടേം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഈ ടേം സ്ക്വയർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ നെഗറ്റീവ് ടേം ആയിരിക്കും ഇത്. സോ ദാറ്റ് നെഗറ്റീവ് ആൻഡ് ദിസ് നെഗറ്റീവ് സൈൻ വിൽ ഓൾവേസ് ഗീവ് ദിസ് ഹോൾ വാല്യൂ എ പോസിറ്റീവ് വാല്യൂ, അല്ലേ? അപ്പോൾ അങ്ങനെ എല്ലാം പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് വി ഗെറ്റ് സി പി ഈസ് ഗ്രേറ്റർ ദാൻ സി വി, അഥവാ സി പി മൈനസ് സി വി എന്നുള്ളത് ഒരു പോസിറ്റീവ് വാല്യൂ ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് പോസിറ്റീവ് വാല്യൂ ആണ്, ഇത് നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വാല്യൂ വിൽ ഗിവ് എ പോസിറ്റീവ് വാല്യൂ. സി പി മൈനസ് സി വി ഈസ് ഓൾവേസ് പോസിറ്റീവ്, ഓർ ഐ ക്യാൻ സേ സി പി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സി വി. അതൊരു കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഈ ഇക്വേഷനിൽ ടെമ്പറേച്ചർ 0 കെൽവിൻ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ 0 കെൽവിൻ ആയി കഴിഞ്ഞാൽ ദിസ് ഹോൾ ടേം വിൽ ബിക്കം 0. അപ്പോൾ അറ്റ് 0 കെൽവിൻ ടെമ്പറേച്ചർ സി പി വിൽ ബി ഈക്വൽ ടു സി വി. കാരണം ഈ ഹോൾ സൈഡ് 0 ആകുമ്പോൾ സി പി മൈനസ് സി വിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പ്ലസ് സി വി. സോ സി പി വിൽ ബി ഈക്വൽ ടു സി വി. സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് കണ്ടീഷൻ. മനസ്സിലാക്കേണ്ട കാര്യം. മൂന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, ഇഫ് ദിസ് ടേം ഈസ് 0, ഡോ വി ചേഞ്ച് ഇൻ വോളിയം വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ ടേം 0 ആണെങ്കിൽ എന്ത് പറ്റും? ദ ഹോൾ ടേം വിൽ ബി 0, സി പി വിൽ ബി ഈക്വൽ ടു സി വി. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ രണ്ടെണ്ണത്തിൻ്റെയും നമ്മുടെ പി വി ടിയുടെ റിലേഷൻ ആക്കിയിട്ട് നമ്മൾ ചെയ്യാനാണ് പോകുന്നത് ഈ ബ്രാക്കറ്റിലുള്ള കേസിന്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുക. Say for example, we know that the equation of state, ideal gas equation is PV is equal to RT. Or അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാം V is equal to RT by P ആണ്. And if I am differentiating volume with respect to temperature, say dou V by dou T at a constant pressure ആക്കിയിട്ട് എടുത്താൽ I will get this value. T ഇവിടെ ഉണ്ട്, so it will become R by P. അപ്പോൾ ആർ ബൈ പിനെ എനിക്ക് എങ്ങനെ എഴുതാം? വി ബൈ ടി ആക്കിയിട്ടും എഴുതാം. എഴുതിക്കൂടെ? സോ ഇത് എൻ്റെ ഈ ഒരു ഇക്വേഷനിൽ ഒരു ടേമാണ് ഡോ പി ബൈ ഡോ വി. സോ ദാറ്റ് ഈസ് ഡോ പി ബൈ ഡോ വി അല്ല, ഡോ വി ബൈ ഡോ ടി. സോ ദാറ്റ് ഈസ് ഹിയർ ഡോ വി ബൈ ഡോ ടി. അപ്പോൾ അവിടെ എനിക്ക് എന്ത് കിട്ടി? അത് വി ബൈ ടി ആണ്, അല്ലെങ്കിൽ ആർ ബൈ പി ആണെന്ന് മനസ്സിലായി. ഇനി പി വി ഇസ് ഈക്വൽ ടു ആർ ടി എന്ന് എനിക്ക് എന്തും കൂടെ എഴുതാം. ഐ ക്യാൻ റൈറ്റ് പ്രഷർ ഇസ് ഈക്വൽ ടു ആർ ടി ബൈ വി ആണ്, അല്ലേ? സോ ഐ ക്യാൻ സേ പി ഇസ് ഈക്വൽ ടു ആർ ടി ബൈ വി. സോ ഡോ പി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അല്ലേ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇറ്റ് വിൽ ബിക്കം, ഇവിടെ 1 ബൈ വി ആണ്, സോ -1 ബൈ വി സ്ക്വയർ. സോ -RT ബൈ
വി സ്ക്വയർ എന്നുള്ളതാണ് ഡോ പി ബൈ ഡോ വി ഇൻറ്റു ടിക്ക് വരിക. സോ ഇവിടെ എനിക്കൊരു റിലേഷൻ കിട്ടി, ഇവിടെ രണ്ടാമത്തെ റിലേഷൻ കിട്ടി, ഡോ പി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടി. യു ക്യാൻ സി ഡോ പി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടി. ഇതെനിക്ക് കിട്ടി, ഇതെനിക്ക് കിട്ടി. അത് നേരെ ഈ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഐ വിൽ ഗെറ്റ് വാട്ട്, സി പി മൈനസ് സി വി is equal to minus of t into dou v by dou t at constant pressure the whole square into dou p by dou v at constant temperature. ഇതായിരുന്നല്ലോ സി പി മൈനസ് സി വി. ഇനി ഇതിലേക്ക് ഡോ വി ബൈ ഡോ ടിയുടെ ഈ ഇക്വേഷനും ഡോ പി ബൈ ഡോ വിയുടെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് സി പി മൈനസ് സി വി is equal to minus t into v square by t square into minus of r t by v square. അപ്പോൾ ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ടി ഇൻറ്റു ടി, ദാറ്റ് ഈസ് ടി സ്ക്വയർ. അത് താഴത്തെ ടി സ്ക്വയർ ആയിട്ട് ക്യാൻസൽ ചെയ്യും. മുകളിൽ വി സ്ക്വയർ ഉണ്ട്, താഴെയും ബി സ്ക്വയർ ഉണ്ട്, അതും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ബാക്കി എന്തേ വരുള്ളൂ, വെറും ആറ് മാത്രമേ വരുള്ളൂ. സോ ഫൈനലി ഐ ഹാവ് ദ ഇക്വേഷൻ സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. Clear? This is Cp minus Cv is equal to R. So this is how the relation is made. ഇനി ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷനിൽ ഇതിന് നമ്മൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഡെറിവേഷൻ, നമ്മുടെ ഫൈനൽ ആൻസർ ആയി. ഇനി നമ്മൾ ഇതിനെ ഐസോതെർമൽ കംപ്രസിബിലിറ്റി എൻ്റെ ടേംസിലൊക്കെ നമ്മൾ എഴുതുകയാണെങ്കിൽ അത് എങ്ങനെ വരും, അതായത് ബീറ്റയും കെയുടെ ടേംസിൽ എങ്ങനെ എഴുതാമെന്നും കൂടെ കാണാം. അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ട് നിൽക്കരുത്, നമ്മൾ ബ്ലേഡായിട്ട് നിൽക്കരുത്, നമുക്ക് എക്സാക്റ്റ് കാര്യങ്ങൾ അറിയണം എന്ന് വെച്ചിട്ട് അതും കൂടെ പറയാം. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ സേ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ആസ് സി പി മൈനസ് സി വി. ഇറ്റ്സ് എ ബിറ്റ് കൺഫ്യൂസിങ്. സോ വളരെ ശ്രദ്ധിക്കണം. സി പി മൈനസ് സി വി ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് ഐ ക്യാൻ സേ ഹിയർ ഇറ്റ് ഈസ് ടി വി ഇൻറ്റു 1 by v ഡോ വി ബൈ ഡോ ടി, ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ അതിൻ്റെ ഹോൾ സ്ക്വയർ. ഐ മീൻ ഈ ഇക്വേഷൻ അല്ല, ഈ ഇക്വേഷനാണ് എടുക്കേണ്ടത്. ഓക്കെ, ഈ ഇക്വേഷനിൽ ഞാൻ എന്ത് ചെയ്തു, സി പി മൈനസ് സി വി ഈക്വൽ ടു മൈനസ് ഓഫ് ടി ഇൻറ്റു ദിസ് ടേം ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനെ ടി ഇൻറ്റു വി ഇൻറ്റു 1 by v ഡോ വി ബൈ ഡോ ടി ദി ഹോൾ സ്ക്വയർ ആക്കി. അപ്പോൾ ഇവിടെ എക്സ്ട്രാ വന്നിട്ടുള്ളത് മുകളിലുണ്ടായിരുന്ന ഒരു മൈനസ് സൈൻ ഞാൻ താഴേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു 1 by v എന്നുള്ളത് എക്സ്ട്രാ വന്നിട്ടുണ്ട്. സോ ആ 1 by v-നെ ഞാൻ എക്സ്ട്രാ താഴേക്ക് ആക്കുന്നു. ആൻഡ് താഴെ ഇവിടെ ഡോ പി ബൈ ഡോ വി ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ വരുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ഡോ വി ബൈ ഡോ പി അറ്റ് ടി. ഓക്കെ, എഴുതിക്കൂടെ. അപ്പോൾ ഇതെന്താ, ലൈക്ക് ഡോ വി ബൈ ഡോ ടി ഇൻറ്റു 1 by v. ഈ ടേം എന്താ, ഈ ടേമാണ് നമ്മുടെ ബീറ്റ അല്ലേ, ഈ ടേമാണ് നമ്മുടെ ബീറ്റ ടേം. അതുപോലെ മൈനസ് ഓഫ് 1 by v ഇൻറ്റു ഡോ വി ബൈ ഡോ പി ഓഫ് ടി, ഈ ടേം എന്താ, ഇതാണ് നമ്മുടെ കംപ്രസിബിലിറ്റി ടേം. ദിസ് ഇസ് ഐസോതെർമൽ എക്സ്പാൻഷൻ ആൻഡ് ദിസ് ഇസ് കംപ്രസിബിലിറ്റി ടേം ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, ഐ ക്യാൻ റൈറ്റ് സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു വി, ടി ഇൻറ്റു വി ഇൻറ്റു ഈ ടേം എന്താ ബീറ്റ, അത് എത്രയല്ല സ്ക്വയറിലാണ്. സോ ടി ഇൻറ്റു വി ഇൻറ്റു ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ. ഇങ്ങനെയും എന്ത് ചെയ്യാം, എനിക്ക് എഴുതാം. നോർമലി യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ എന്നാണ്. ഒരു പക്ഷേ നിങ്ങളോട് എക്സാമിന് ചോദിച്ചേക്കാം പ്രൂവ് ദാറ്റ് സി പി മൈനസ് സി വി ഈക്വൽ ടു ടി വി ബീറ്റ സ്ക്വയർ ബൈ കെ. അല്ലെങ്കിൽ ചിലപ്പോൾ സെൻറ്റൻസ് ആയിട്ട് തരും ദ ഡിഫറൻസ് ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഇൻ റിലേഷൻ ടു കംപ്രസിബിലിറ്റി ആൻഡ് എക്സ്പാൻസിവിറ്റി എന്നുള്ള രീതിയിൽ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യൂ എന്ന് കോമൺ ആയിട്ട് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തരും. അപ്പോൾ ഇത്രയും വരെ എത്തി നിങ്ങൾക്ക് ഇതും കൂടെ അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഒരു മടി ഉണ്ടാവും, എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയുണ്ടാവില്ല ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ടേംസ് സെൻറ്റൻസ് ആയി പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഐഡിയ ഉണ്ടാവില്ല. സോ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. സി പി മൈനസ് സി വി ഈക്വൽ ടു ആർ എത്തിക്കഴിഞ്ഞാൽ തൊട്ടുള്ള മുകളിലത്തെ ഡിഫറൻസിയേഷൻ്റെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1 by v എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക, മൈനസ് സൈനിന് താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദിസ് റിലേഷൻ.
ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് സി പി മൈനസ് സി വി റിലേഷൻ. അപ്പോൾ നിങ്ങൾ വീണ്ടും അത് ഒരുപാട് പ്രാവശ്യം ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, not in the next video, in this next section we will be discussing the derivation of Cp by Cv is equal to R. സ്പെസിഫിക് ഹീറ്റ് ആയിട്ടുള്ള സി പി ബൈ സി വി ഇസ് ഈക്വൽ ടു ആർ അല്ല, സോറി, ഗാമ. സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് സി പി ബൈ സി വി ഇസ് ഈക്വൽ ടു ഗാമ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് എവിടെ നിന്നാന്ന് വെച്ചാൽ നമ്മളെ രണ്ട് ടി ഡി എസ് ഇക്വേഷൻസിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ടി ഡി എസ് ഇക്വേഷൻ തന്നെയായിരുന്നു, ഇവിടെ നമ്മൾ രണ്ട് ടി ഡി എസ് ഇക്വേഷൻസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ ടി ഡി എസ് ഇക്വേഷൻസ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ടി ഡി എസ് ഇസ് ഈക്വൽ ടു സി പി ഡി ടി. രണ്ടാമത്തെ ടി ഡി എസിൽ ഇറ്റ് വിൽ ബി സി വി ഡി ടി. സി വി ആണെങ്കിൽ ഇറ്റ് ഈസ് പ്ലസ്, സി പി ആണെങ്കിൽ ഇറ്റ് ഈസ് മൈനസ്. രണ്ടിടത്തും ടി ഉണ്ട് അടുത്ത സെക്കൻഡ് ടേമിൽ. ഇനി അടുത്തത് നോക്കുക, ഇഫ് ഇറ്റ് ഈസ് സി പി യു ഹാവ് ടു റൈറ്റ് ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പി ഇൻറ്റു ഡി പി. ഇഫ് ഇറ്റ് ഈസ് വോളിയം സി വി ആണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ഡോ പി ബൈ ഡോ ടി അറ്റ് ഇൻറ്റു ഡി വി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിങ്ങനെയാണ് പഠിക്കാറുള്ളത്. സോ അത് നിങ്ങൾക്ക് അങ്ങനെ ഹെൽപ്ഫുൾ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ മെത്തേഡിൽ കൂടെ അത് കാര്യങ്ങൾ പഠിക്കുക. ഇനി നമ്മൾ ഇതിൽ സി പി ബൈ സി വി ഉള്ളത് കാണാനാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇഫ് യു ആർ അസ്യൂമിങ്, ലെറ്റ് us assume that S is a constant value. S is a constant value. S എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി കോൺസ്റ്റന്റ് വാല്യൂ ആവുകയാണെങ്കിൽ എന്താവും ടി ഡി എസ് വാല്യൂ? അത് കോൺസ്റ്റന്റ് വാല്യൂവിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. സോ ടി ഇൻറ്റു 0 വിൽ ബി 0. സോ ദിസ് ഹോൾ ടേം വിൽ ബിക്കം 0. അപ്പോൾ എനിക്ക് ഈ മൈനസ് സൈനുള്ള ടേമിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ സി പി ഡി ടി വിൽ ബി ഈക്വൽ ടു ദിസ് ടേം. അങ്ങനെ എനിക്ക് എഴുതി കൂടെ. സോ അറ്റ് കോൺസ്റ്റന്റ് ടി ആണ്, അറ്റ് കോൺസ്റ്റന്റ് എസ്, കോൺസ്റ്റന്റ് എൻട്രോപ്പി, I get that Cp dt at constant entropy is equal to T into dou V by dou T constant pressure into dP at constant entropy. ശരിയല്ലേ? അതേപോലെ ഇതിന്ന് എനിക്ക് എഴുതാം, എന്തെഴുതാം? Cv dt is equal to minus of T into dou P by dou T at constant V into dV at എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്, ഡി വി ഡിഫറൻസിയേഷൻ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് സി പി ബൈ സി വി കാണണം അല്ലേ? അപ്പോൾ ദിസ് ഡിവൈഡഡ് ബൈ ദിസ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ടി എസ്, സോറി ഇവിടെ ഡി ടി എസ് ഇത് ക്യാൻസൽ. അപ്പോൾ സി പി ബൈ സി വി കിട്ടും അല്ലേ? സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1, ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 2. ഐ ക്യാൻ സേ 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സി പി ബൈ സി വി ഇസ് ഈക്വൽ ടു, ഇവിടെ ടി ഉണ്ട് അത് ക്യാൻസൽ ആവും. സോ ഇറ്റ് വിൽ ബിക്കം ഡോ വി ബൈ ഡോ ടി ഓഫ് പി ഇൻറ്റു ഡി പി എസ് ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു മൈനസ് സൈൻ വരും, ഡോ പി ബൈ ഡോ ടി ഓഫ് വി ഇൻറ്റു ഡി വി ഇൻറ്റു എസ്. ക്ലിയർ അല്ലേ? സോ ദിസ് ഈസ് ഡോ വി ബൈ ഡോ ടി അറ്റ് പി ആൻഡ് ദിസ് ഈസ് ഡോ പി ബൈ ഡോ ടി അറ്റ് വി. ഇത് ഡിനോമിനേറ്ററിലാണ്. ആൻഡ് ഐ ഹാവ് ഡി പി ബൈ ഡി വി അറ്റ് രണ്ടും എന്താണ്? കോൺസ്റ്റന്റ് എൻട്രോപ്പിയിലാണ്. അപ്പോൾ എനിക്കിതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി കൂടെ. എങ്ങനെ? ഫസ്റ്റ് ഈ ടേമിന് അങ്ങനെ തന്നെ ഞാൻ എഴുതി, ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പി. ഓക്കെ, ഇനി ഇത് താഴെയുള്ള ടേമാണ്. താഴെയുള്ള ടേമിന് ഞാൻ മുകൾക്ക് എടുക്കുമ്പോൾ ഡോ പി ബൈ ഡോ ടിക്ക് പകരം ഇറ്റ് വിൽ ബിക്കം ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് വി തന്നെ ഇൻറ്റു, ഇവിടെ എന്താ കോൺസ്റ്റന്റ്? എൻട്രോപ്പിയാണ്. വാട്ട് ഈസ് ദ തിങ്? ഡോ പി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് എൻട്രോപ്പി. ശരിയല്ലേ? ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടായിരുന്നു താഴെ, അത് ഞാൻ മുകൾക്ക് ന്യൂമറേറ്ററിലേക്ക് എന്ത് ചെയ്യുന്നു? മൈനസ് സൈൻ കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെ ഞാനിത് ചെയ്തു എന്നുള്ളത്? സി പി ബൈ സി വി. നൗ ഇതിനെങ്ങനെ എനിക്ക് എഴുതാം? ഐ ക്യാൻ റൈറ്റ് ഡൗൺ ആസ്, വളരെയധികം ശ്രദ്ധിക്കുക, ഐ ക്യാൻ റൈറ്റ് ദിസ് ഡൗൺ ആസ് ഡോ പി ബൈ ഡോ വി ഓഫ് എസ്, ദിസ് ടേം ഡിവൈഡഡ് ബൈ, ഓക്കെ, ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു മൈനസ് ടേം ഉണ്ട് അല്ലേ? സോ മൈനസ് ടേം അവിടെ നിൽക്കട്ടെ. ഡോ വി ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ പി എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇതിൽ ഡോ ടി ക്യാൻസൽഡ് ആക്കി കഴിഞ്ഞാൽ, ബിക്കോസ് ദർ ഇസ് എ മൈനസ് സൈൻ, അപ്പോൾ ഈ സെയിം കോൺസ്റ്റന്റ് ടേമിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. സോ ഫൈനലി ഐ വിൽ ഹാവ് ഡോ
P by dou P by dou V at constant temperature എന്നുള്ള രീതിയിലേക്ക് മാറ്റാം. കാരണം this whole term will be dou V by dou P. അത് താഴെ ഡിനോമിനേറ്റർക്ക് എത്തുമ്പോൾ dou P by dou V ആവും. So this value this is Cp by Cv എന്ന് പറയുന്ന ഈ വാല്യൂ, this value is called gamma. ഓക്കെ, ഇത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക. ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് കൺഫ്യൂസിങ് ആണ്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് മനസ്സിലാക്കുക. ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു ഗാമ എന്നുള്ളതാണ്. സോ വിച്ച് മീൻസ് ദാറ്റ് Cp by Cv ഈസ് ഈക്വൽ ടു ഗാമ എന്നുള്ളതാണ്. സോ ഒരു കണ്ടീഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇഫ് ഗാമ ഈസ് ഗ്രേറ്റർ ദാൻ 1 മീൻസ് Cp ഈസ് ഗ്രേറ്റർ ദാൻ Cv, അല്ലെങ്കിൽ dou P by dou V at constant entropy is greater than dou P by dou V at constant temperature. ഓക്കെ, അപ്പോൾ നമുക്ക് പി വി ഡയഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഐസെൻട്രോപ്പിക് കർവ് ആണ് എപ്പോഴും ഐസോതെർമൽ കർവിനെക്കാട്ടിലും എന്തുള്ളത്, അതിൻ്റെ കർവ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ ഐസെൻട്രോപ്പിക് പ്രോസസ്സാണിത്, ഇത് ഐസോതെർമൽ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ മോഡ്യൂളുകൾ നമ്മൾ പഠിച്ചിരുന്നു, അതിൻ്റെ കേർവ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓരോ പ്രോസസ്സുകളുടെ കേർവ്സും. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പൊതുവെ നോർമലി എപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഐസെൻട്രോപ്പിക്കിൻ്റെ കർവാണ് എപ്പോഴും ഐസോതെർമലിൻ്റെ കർവിനെക്കാട്ടിലും ഗ്രേറ്റർ. സോ നോർമലി ഗാമ വിൽ ബി ഗ്രേറ്റർ ദാൻ 1 ഓൾവേസ്. സോ ദിസ് ഈസ് ഹൗ Cp by Cv is equal to gamma derivation is. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ഹീറ്റിൽ 2 ഡെറിവേഷൻസ് ആണ് പഠിച്ചത്. ഒന്ന് Cp minus Cv is equal to R ഉം അതുപോലെ Cp by Cv is equal to gamma എന്നുള്ള ഡെറിവേഷനും. അപ്പോൾ നിരന്തരമായി ചോദിച്ചു കണ്ടിട്ടുള്ളത് Cp minus Cv is equal to R എന്നാണ്. പക്ഷേ ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇതും ഒന്ന് പഠിച്ചു വെക്കുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ക്ലാസ്. ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വി വിൽ ബി ഡിസ്കസിങ് ഓൺ Clausius-Clapeyron equation. Okay, so that's all for this class. Thank you.